SBI ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പുതിയ കാർഡിനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും അല്ല നമുക്കൊരു കാർഡ് നിലവിലുണ്ട് പക്ഷേ അതിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മളൊരു പുതിയ കാർഡിനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും എങ്ങനെയാണ് അതിനായിട്ടുള്ള ഫോം പൂരിപ്പിച്ച് ബാങ്കിൽ സമർപ്പിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ബാങ്കിൽ പോയിട്ട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതേപോലെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അതിനായിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഫോമുകൾ എങ്ങനെയാണ് പൂരിപ്പിച്ച് ക്യാഷ് കൗണ്ടറിൽ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിൽ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് പുതിയ കാർഡിനായിട്ടുള്ള അപേക്ഷാ ഫോം. ഇതുകൂടാതെ മറ്റൊരു ഫോമും ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അത് ഇതേപോലെ തന്നെയാണ്, എന്നാലും അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് അവസാനം ഒന്ന് ജസ്റ്റ് കാണിക്കാം. ആദ്യം ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് കാണിക്കാം. അതിനുശേഷം മലയാളത്തിലും പൂരിപ്പിച്ച് കാണിക്കാം. അപ്പോൾ ഈ ഫോമിൽ കാണുന്ന കോളങ്ങളിൽ പുറത്തേക്ക് എഴുത്ത് പോകാത്ത രീതിയിൽ എഴുതാനാണ് ഇവിടെ മുകളിൽ തന്നെ ആ ഫോമിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം ഉദാഹരണ സഹിതം ഞാനൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ഫോമിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ തന്നെ പാൻ നമ്പർ എന്നൊരു കോളം കാണുന്നില്ലേ, അതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഇവിടെ എഴുതുക. അപ്പൊ എന്റെ പാൻ കാർഡ് നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി അടുത്തതായിട്ട് അതിന് താഴെ വലിയൊരു കോളം കാണുന്നില്ലേ, അതിൽ നമ്മുടെ പേരാണ് എഴുതേണ്ടത്. പേരെഴുതുമ്പോൾ ഇപ്പൊ ഇവിടെ ഫോമിൽ തന്നെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ പേര് അബിൻ ജോർജ് എന്നാണെങ്കിൽ അബിൻ എന്ന് ഞാൻ ആദ്യം ഇതുപോലെ എഴുതിയതിന് ശേഷം ഒരു കോളം വിട്ടിട്ട് വേണം ജോർജ് എന്ന് ഇതുപോലെ എഴുതാൻ. ഇനി അതല്ല, ഒരു പേരും ഇനിഷ്യലും മാത്രമാണ് ഉള്ളതെങ്കിൽ, ഇപ്പൊ എന്റെ പേര് മാർട്ടിൻ എന്നാണ്, ഇനിഷ്യൽ പി എന്നാണ്. അപ്പൊ ഞാൻ അതൊന്ന് എഴുതി കാണിക്കാം. അപ്പൊ ഇതുപോലെ ഓരോ കോളത്തിലും ഓരോ ലെറ്ററുകൾ എഴുതുക. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളിവിടെ എഴുതുന്നതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടതെന്ന് ഇവിടെ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പേര് എഴുതിയതിന് ശേഷം ഒരു ബോക്സ് വിട്ടിട്ട് വേണം നമ്മൾ ഇനിഷ്യൽ ഇതുപോലെ കൊടുക്കാൻ. ഇനി അതിന് താഴെ മെയിൽ, ഫീമെയിൽ തുടങ്ങിയ കോളങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൽ ആണെങ്കിൽ, ആണാണെങ്കിൽ ആ മെയിൽ എന്നതിന്റെ സൈഡിലുള്ള ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. അതേപോലെ ഫീമെയിൽ ആണെങ്കിൽ ആ ഫീമെയിലിന്റെ സൈഡിലുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ ടൈപ്പ് ഓഫ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് തരത്തിൽപ്പെട്ട കാർഡാണ് വേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ തുടങ്ങിയ 2 കോളങ്ങളുണ്ട്. ഡൊമസ്റ്റിക് എന്ന കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കാർഡ് നമ്മുടെ ഇന്ത്യക്കകത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ ഇന്റർനാഷണൽ എന്നൊരു കോളം കാണുന്നില്ലേ, അതാണ് നമ്മൾ ടിക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്റർനാഷണൽ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഇന്ത്യക്ക് പുറത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ വരുന്ന കാർഡുകളൊക്കെ ഇന്റർനാഷണൽ കാർഡ് തന്നെയാണ് SBIയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ എന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഞാൻ ഇന്റർനാഷണൽ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. ഡൊമസ്റ്റിക്കിൽ ഒരു ചെറിയ വരയും കൊടുക്കുന്നു. ഇനി അതിന് താഴെ അഡ്രസ് എഴുതേണ്ട കോളങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ കാർഡ് പോസ്റ്റലായിട്ടാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ നമുക്കത് എത്തിച്ചേരേണ്ട അഡ്രസ് ഏതാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യത്തെ കോളത്തിൽ നമ്മുടെ വീട്ടുപേരാണ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എടേരം ഹൗസ് എന്ന് എഴുതുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടുപേര് എഴുതിയതിന് ശേഷം ഒരു ബോക്സ് വിട്ടിട്ട് വേണം ഹൗസ് എന്ന് ഇതുപോലെ എഴുതാൻ. ഇനി അതിന് താഴെ പ്ലേസ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ പള്ളിക്കുന്നെന്ന് എഴുതുന്നു. ഇനി അതിന് താഴെ നിങ്ങളുടെ ഹോം ടൗൺ ആണ് എഴുതേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ സ്ഥലത്തെ ടൗൺ ഏതാണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ ഞാനിവിടെ കമ്പളക്കാട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിന് താഴെ സ്റ്റേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ കേരള എന്ന് എഴുതുന്നു. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ പിൻകോഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ എഴുതുന്നു.
ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അഡ്രസ്സ് എഴുതുമ്പോൾ വീട്ടുപേരും പിൻകോഡും ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. കാരണം മറ്റുള്ള കാര്യങ്ങൾ തെറ്റിയാലും പിൻകോഡ് കറക്റ്റ് ആണെങ്കിൽ വീട്ടുപേരും കറക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വിലാസത്തിൽ ആ കാർഡ് എത്തുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ടെലിഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടെലിഫോൺ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ എഴുതാം, ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. അപ്പൊ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിതിവിടെ എഴുതിയിട്ടില്ല. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതുക. മൊബൈൽ നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ആയിരിക്കുന്ന മൊബൈൽ നമ്പർ. പക്ഷെ പലരും അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കില്ല നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൽ നമ്മളെ വിളിച്ചാൽ ലഭിക്കില്ലല്ലോ. അപ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ ആ നമ്പർ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അതിന് താഴെ ഇമെയിൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നിങ്ങളുടെ മെയിൽ ID എഴുതാവുന്നതാണ്. അത് നിർബന്ധമുള്ള കാര്യമല്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷന് അതിന് താഴെ 5 കോളങ്ങളും കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ 5 കോളങ്ങൾ പൂരിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ അതൊന്ന് പൂരിപ്പിച്ച് കാണിക്കാം. ആദ്യത്തെ കോളത്തിൽ ഫാദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അച്ഛന്റെ പേര് ഇവിടെ എഴുതുക. ഇനി അതിന് താഴെ SSLC പൂർത്തിയാക്കിയ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ SSLC പൂർത്തിയാക്കിയവരാണെങ്കിൽ ആ ഡേറ്റ് ഇവിടെ എഴുതുക. അതിന് താഴെ ഇയർ ഓഫ് മാരേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാരേജ് ആയവരാണെങ്കിൽ ആ ഒരു ഡേറ്റ് ഇവിടെ എഴുതുക. അതിനും താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത്. ഇനി അടുത്ത കോളത്തിൽ മദേഴ്സ് മെയ്ഡൻ നെയിം ചോദിച്ചിട്ടുണ്ട്, അവിടെ അമ്മയുടെ പേര് എഴുതുക. ഇനി അടുത്തതായിട്ട് പ്രൈമറി അക്കൗണ്ട് ഏതാണെന്ന് ടിക്ക് ചെയ്യാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സേവിങ്സ് ഓർ കറന്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് ATM കാർഡ് ലഭിക്കേണ്ടതെങ്കിൽ ആ സേവിങ്സ് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് കറന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ATM കാർഡ് ലഭിക്കേണ്ടതെങ്കിൽ ഇവിടെ ആ കറന്റ് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തിലും ടിക്ക് ചെയ്യുക. സാധാരണയായി നമ്മൾ ബാങ്കിൽ പോയിട്ട് തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും ടിക്ക് ചെയ്യേണ്ടത് സേവിങ്സ് എന്ന ബോക്സിലാണ്. എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കറന്റ് അക്കൗണ്ട് തുടങ്ങാറുണ്ട്. അപ്പോൾ കറന്റ് അക്കൗണ്ട് ഏതാണെന്ന് അത് തുടങ്ങിയവർക്ക് അറിയാം. അപ്പോൾ അവരിവിടെ കറന്റ് എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. അതിനാണ് നിങ്ങൾക്ക് ATM കാർഡ് ലഭിക്കേണ്ടതെങ്കിൽ കറന്റ് അക്കൗണ്ടിൽ ടിക്ക് ചെയ്യുക. അപ്പൊ എന്റെ സേവിങ്സ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് സേവിങ്സിൽ ഞാൻ ടിക്ക് ചെയ്യുന്നു. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ SBI ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അതിവിടെ എഴുതുക. അപ്പൊ എന്റെ കരിമ്പുഴ ബ്രാഞ്ച് ആണ്, അപ്പൊ ഞാൻ ഇവിടെ കരിമ്പുഴ എന്ന് എഴുതുന്നു. ഇനി അതിന് താഴെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ, കറന്റ് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ 2 കോളങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് ATM കാർഡ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ, അതായത് നിങ്ങളുടെ പാസ്ബുക്കിലുള്ള ആ അക്കൗണ്ട് നമ്പർ ഇവിടെ എഴുതണം. അല്ല കറന്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ കറന്റ് അക്കൗണ്ട് നമ്പർ ഇവിടെ താഴെയുള്ള കോളത്തിൽ എഴുതണം. അപ്പൊ ഞാൻ സേവിങ്സ് അക്കൗണ്ട് ആണല്ലോ ടിക്ക് ചെയ്തത്, അതുകൊണ്ട് എന്റെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ അപ്ലിക്കൻസ് സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നമ്മുടെ ഒപ്പിടുക. അപ്പൊ ഞാൻ എന്റെ സൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇനി അതിന് താഴെ ഫോർ ഓഫീസ് യൂസ് ഓൺലി ആണ്. അപ്പൊ ബാങ്കിലെ ഓഫീസേഴ്സ് പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ആ ഭാഗം നമ്മൾ നോക്കേണ്ടതില്ല. ഇനി അടുത്തതായിട്ട് ഈ ഫോം തന്നെ മലയാളത്തിൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഞാൻ മറ്റൊരു ഫോമിൽ മലയാളത്തിൽ ഇവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ പേര്, പിന്നെ ബ്രാഞ്ചും ഒക്കെ ഇതുപോലെ മലയാളത്തിൽ എഴുതാവുന്നതാണ്. ബാക്കിയൊക്കെ അക്കത്തിലാണ് എഴുതേണ്ടത്. എന്നിട്ട് സൈൻ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ കൂട്ടക്ഷരങ്ങളും വരാറുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ പേര് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതിൽ മാ എന്ന്, ഇപ്പൊ മാ ഇട്ടിട്ട് ദീർഘവും ഞാൻ ആ ബോക്സിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ നമ്മൾ എഴുതണമെന്നില്ല. ഒരു ബോക്സിൽ മാ എന്ന് എഴുതിയിട്ട് അടുത്ത ബോക്സിൽ ദീർഘം എഴുതാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ ഈ രീതിയിൽ മലയാളത്തിൽ നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് SBIയുടെ തന്നെ ATM കാർഡ് പൂരിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ഫോമാണ്. ഈ ഫോമിൽ മറ്റേ ഫോമിനെ അപേക്ഷിച്ച് കുറെ കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പാൻ നമ്പർ, അതേപോലെ കാർഡ് ടൈപ്പ് ഏതാണെന്ന്, അതേപോലെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഫോമിൽ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റേ ഫോമിനെ അപേക്ഷിച്ച് ഇവിടെ സെക്കൻഡറി അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഇതായി ഇവിടെ ഉണ്ട്. അതായത് സെക്കൻഡറി അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോയിന്റ് അക്കൗണ്ടിനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിന്റ് അക്കൗണ്ട് ആണ് ഉള്ളതെങ്കിൽ അത് സേവിങ്സ് അക്കൗണ്ട് ആണോ കറന്റ് അക്കൗണ്ട് ആണോ തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ സേവിങ്സ് ആണെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കറന്റ് ആണെങ്കിൽ കറന്റിൽ ടിക്ക് ചെയ്യുക. പിന്നെ ഈ ഫോമിൽ മെയിൽ ID ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ ഫാക്സും ചോദിച്ചിട്ടുണ്ട്. ഇവ രണ്ടും നിർബന്ധമുള്ളതല്ല, അതുകൊണ്ട് അവ ഒഴിവാക്കാം. പിന്നെ ഈ ഫോമിൽ ബ്രാഞ്ചിന്റെ കോളത്തിൽ ബോക്സുകൾ കുറവാണ്. അപ്പൊ ഞാൻ കരിമ്പുഴ എന്ന് എഴുതിയപ്പോൾ ലെറ്ററുകൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ പുറത്ത്
പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇനി അതല്ലെങ്കിൽ ആ കോളത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നത് പോലെ കരിമ്പുഴ എന്ന് ഞാൻ ചെറുതാക്കി എഴുതിയാലും മതിയാകും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. നമ്മൾ ഈ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ഓരോ കോളങ്ങളിലും ഓരോ ബോക്സിലും ഒരു ലെറ്റർ മാത്രമേ വരാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് നമ്മൾ ആ കോളത്തിലെ ബോക്സുകളെയൊന്നും പരിഗണിക്കാതെ മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ എഴുതേണ്ട കാര്യം നീട്ടി അങ്ങോട്ട് എഴുതിയാലും യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ ഈ ഫോം എഴുതുമ്പോൾ പേര്, മെയിൽ ഓർ ഫീമെയിൽ, അഡ്രസ്സ്, ഫോൺ നമ്പർ, അക്കൗണ്ട് ടൈപ്പ് ഏതാണ്, പിന്നെ ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ എഴുതിയതിനു ശേഷം സൈനും ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ച 2 ഫോമുകളിലും നമ്മൾ നിർബന്ധമായിട്ടും എഴുതേണ്ടവ. അപ്പൊ ഈ രീതിയിലാണ് പുതിയ ATM കാർഡിനായിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബാങ്കിൽ സമർപ്പിക്കേണ്ടത്. അപ്പൊ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.